മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഗ്ലാസ് പ്ലാറ്റ്ഫോം ആൻഡ് ഇറ്റ്സ് വാലി. പറയാനുള്ള എളുപ്പത്തിന് മനുഷ്യർ ഇതിന് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമെങ്കിലും ഇത് ആക്ച്വലി അത് ബ്രിഡ്ജല്ല. അത് വളരെ വിസ്തൃതിയുള്ള റൗണ്ടഡ് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അതൊരു വലിയ മൗണ്ടൻ്റെ മുകളിലാണല്ലോ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ആ ഒരു വലിയ ഏരിയ മുഴുവൻ കാണാൻ പറ്റും. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടില്ലേ, കയറി വരുന്ന സ്റ്റെപ്സും വാലിയും കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതിനിടയിൽ ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Oh my god. I'm here. ഇത് കുറേയേറെ മീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആക്ച്വലി നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്തോ തൂക്കുപാലം പോലെയാണെന്ന് വിചാരിക്കും. ഇത് അങ്ങനെയല്ല. ബീജിങ്ങിൽ നിന്നും ഏതാണ്ട് 100 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണിത്. ഈ മൗണ്ടൻ ഉയരം കൂടിയെടുത്ത് നിൽക്കുമ്പം അറിയാലോ, ഒരുമാതിരിപ്പെട്ട ഏരിയ മുഴുവൻ കാണാം. ഇത് മൗണ്ടൻ ഇറങ്ങി വന്നു കഴിയുമ്പോഴുള്ള താഴ്വരയാണ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നിടം അതൊരു ചെറിയ വില്ലേജ് തന്നെയാണ്. അവിടുത്തെ ഒരു ചെറിയ പാർക്കാണിത്. ഇത് ഓപ്പോസിറ്റിലുള്ള മൗണ്ടനാണ്. താഴെ വന്നതിന് ശേഷം എടുത്തതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവിടെ ഒരു ഡാമും ആർട്ടിഫിഷ്യലായിട്ടുള്ള ലേക്കും ഒക്കെ ഉണ്ടെന്ന്. അതിൽ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ ഭംഗിയുള്ളതാക്കി തീർത്തിരിക്കുന്നു അവിടെ, ഒരു പാർക്ക് പോലെ. ഞാൻ റിലേറ്റഡ് വീഡിയോയുടെ ലിങ്ക് കൂടി ഉൾപ്പെടുത്താൻ നോക്കാം ഡിസ്ക്രിപ്ഷനിൽ. എല്ലാവരും മലകയറ്റം കഴിഞ്ഞ് വളരെ തളർന്ന് വിശന്ന് വന്നിരിക്കുന്ന രംഗമാണ്. വില്ലേജ് ഹോട്ടൽ, വില്ലേജ് ഫുഡ് കിട്ടുന്ന സ്ഥലമായി. അവരൊക്കെയാണ് ഫുഡ് വിളമ്പുന്നത്. വട്ടമേശയിൽ ഇങ്ങനെ റൗണ്ട് ടേബിളിൽ ഇരുന്ന് നടുക്കത്തെ ഭാഗം ഇങ്ങനെ മൂവ് ചെയ്യിക്കാം നമുക്ക്. അതേലാണ് സാധനങ്ങളെല്ലാം വയ്ക്കുന്നത്. അതിൻ്റെ താഴെ നമുക്കുള്ളതെല്ലാം എടുക്കാം. ഇത് നമ്മുടെ നാട്ടിലും ഉണ്ട്, പുതിയതൊന്നുമല്ല. ഇത് ഗ്ലാസ് കൊണ്ടാണ്, നമ്മുടെ നാട്ടിൽ പലക കൊണ്ടാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. മൗണ്ടനിയറിങ് തുടങ്ങുന്നിടത്തുള്ള ഹോട്ടലും ചുറ്റുവട്ടവും ഒക്കെയാണിത്. അവിടെ തന്നെയാണ് പാർക്കും ഉള്ളത്. ഇത് തടിയിലുള്ള ഒരു കൊത്തുപണി, മങ്കി പോലെയും മനുഷ്യനെ പോലെയും ഒക്കെയാണ്. പക്ഷെ കാതിലൊരു റിങ് ഉണ്ടേ. പിന്നെ സന്യാസി പോലെ ഒരു രൂപം തടിയിലുള്ളത്. ഇനി മറ്റൊരാൾ രൂപം തടിയിൽ തന്നെ ഉണ്ടാക്കിയത്. ഇങ്ങനെ കുറേ കൊത്തുപണികൾ അവിടെ ഉണ്ട്. സൂക്ഷിച്ച് നോക്കിക്കേ, അതൊരു ലേഡിയുടെ ഫേസാണ്. ചൈനക്കാർ എന്തും ചൈനീസ് ഭാഷയിൽ എഴുതുള്ളൂ, അതുകൊണ്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. ചൈനീസിൽ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ അടുത്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മലയിലേക്ക് കയറി പോകുമ്പോൾ സിനിമ സെറ്റിങ്സ് ഉണ്ട്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന്. അതാണിത്. ഗ്ലാസ് ബ്രിഡ്ജ് 1 എന്ന് പറഞ്ഞ് ഞാനൊരു റിലേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫിലിം സെറ്റിങ്സ് ആണ്. മൗണ്ടനിയറിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, അതായത് റോഡ് സൈഡിൽ ടൂറിസ്റ്റുകളുടെ സൗകര്യാർത്ഥം അവിടെ ആ പ്രദേശത്തിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജും റിലേറ്റഡ് ഏരിയയും. ഇതൊക്കെ വിശ്രമവേളകളാണ്. ഇത് മൗണ്ടനിലേക്ക് കയറി പോകുമ്പോൾ ഇടയ്ക്കുള്ള ഇടത്താവളങ്ങളാണ്.
അവിടെ നിന്നും നമ്മൾ കുറേ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ട്. നല്ല നല്ല കോണിഫറസ് ട്രീസ് കാണാം മൗണ്ടൻ എലിവേറ്റേഴ്സിൽ. Wow. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് സ്റ്റാച്യു അല്ല കേട്ടോ, 2 ചൈനീസ് ഗേൾസ് ആണ്.